എൻഡോസൾഫാൻ ദുരിതബാധിതരോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് പീഡിത ജനകീയ മുന്നണി കാസർഗോഡ് നടത്തുന്ന അനിശ്ചിതകാല സമരം ഒരാഴ്ച പിന്നിടുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെള്ളിയാഴ്ച സമരപന്തലിലെത്തും. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണി കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം ഒരാഴ്ചയിലേറെയായി. പട്ടികയിൽ ഉൾപ്പെടുത്തിയ ശേഷം കാരണമില്ലാതെ ആരോഗ്യ വകുപ്പ് ഒഴിവാക്കിയ 1031 എൻഡോസൾഫാൻ ദുരിതബാധിതരെ തിരിച്ചെടുക്കുക, ചികിത്സയും മരുന്നും നൽകുക, ദുരിതബാധിതർക്കായുള്ള സെൽ യോഗം ചേരുക, വിവാദ സർക്കാർ ഉത്തരവ് പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടന്നുവരുന്നത്. അർഹരായ ദുരിതബാധിതരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിന്റെ വേദനയിലാണ് സമരപന്തലിലെത്തുന്ന അമ്മമാർ. ഞങ്ങളെ ഈ ലിസ്റ്റിൽ പെട്ട കാര്യം അതത് ഹെൽത്തിൽ നിന്ന് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെ കുട്ടി പെട്ടിട്ടുണ്ടെന്ന്. അപ്പത്തിന് ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ജില്ലാ ആസ്പത്രിയിലേക്ക് ഓടിയിടാം കാഞ്ഞങ്ങാട്. അപ്പം എൻ്റെ അനിയൻ ലിസ്റ്റിലുണ്ട്, ആ കമ്പ്യൂട്ടറിൽ കാണിച്ചു. പിന്നെ കുറച്ച് നാളും കഴിയുമ്പോൾ ആനുകൂല്യമൊന്നും കിട്ടാതായപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ആ ലിസ്റ്റിനെ അപ്രത്യക്ഷമായി. കമ്പ്യൂട്ടറിൽ കാണുന്നില്ല, നിങ്ങൾ പുറത്താക്കിയിരിക്കുകയാണ് അവർ പറഞ്ഞു. അങ്ങനെ എല്ലാ അമ്മമാരോടും ഒന്ന് ചോദിച്ചു അവരെ കുട്ടി പെട്ടിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞത് അവർ. വെള്ളിയാഴ്ച ജില്ലയിലെത്തുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരപന്തൽ സന്ദർശിക്കവേ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്ന കാര്യത്തിൽ സർക്കാരിന്മേൽ രാഷ്ട്രീയ സമ്മർദ്ദമേറും. അമൃത ന്യൂസ്, കാസർഗോഡ്.